സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 10-12ഓളം ഒരു കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ അത് മാത്രമല്ല ഒരു വലിയ സവാള. ഇത്രയാണ് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ. ഇനി നിങ്ങൾക്ക് കുഞ്ഞുള്ളിയുടെ എണ്ണൊക്കെ കൂട്ടുകയും ചെയ്യുക, അതിനനുസരിച്ച് സവാളയുടെ അളവ് കുറച്ചാൽ മതി. ഇനി നമുക്ക് ഈ 10ഓളം കുഞ്ഞുള്ളി ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ആ ചുവപ്പ് കളറൊക്കെ ഒന്ന് പോയത് കേട്ടോ. അങ്ങനെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അരച്ച ആ പേസ്റ്റ് നമ്മൾ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫിലേക്ക് ഏറ്റവും രുചി കുരുമുളക് ചേർക്കുമ്പോഴാണല്ലോ. അതും വീട്ടിൽ ഉണ്ടാക്കിയ കുരുമുളകാണ് ഞങ്ങൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത് കടയിൽ നിന്ന് വാങ്ങിയ പൊടിക്ക് വല്ലാതെ എരിവുണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങനെ ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയുടെ രുചി കുറച്ചുകൂടി ഉയർന്നു നിൽക്കണം, അതുകൊണ്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ സവാള ഇല്ലേ, മുറിച്ച് വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. അങ്ങനെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലിഡ് അടച്ച് വേവിക്കാം. ഏകദേശം ഒരു 6 വിസിൽ അടിച്ചിട്ടുണ്ടേ. ഇനി ബീഫ് കറി ഒന്ന് നമുക്ക് വറുത്തിടണം. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞുള്ളിയില്ലേ, ആ കുഞ്ഞുള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ചുവന്ന് വരട്ടെ കേട്ടോ. ഇനി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫ് കറിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ അത്യാവശ്യം നമ്മുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു.